ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയവരം ജോർജ് കുട്ടി. ഈ ദിവസങ്ങളിൽ ചെറിയ ചെറിയ മെസ്സേജുകൾ ഞാൻ സ്നാനത്തെക്കുറിച്ച് നിങ്ങളോട് ഓർപ്പിച്ച് ഉണർത്തുവാൻ വേണ്ടി ചെയ്യുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയ ഗോളത്തിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് നല്ലതുപോലെ നിശ്ചയം പ്രാപിച്ച അനേകരുണ്ടോ എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ക്രിസ്ത്യാനികളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ദൈവവചനം കാര്യമായി പഠിക്കുന്നില്ല എന്നൊരു പരാജയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും പ്രത്യേകിച്ച് സങ്കീർത്തന ഭാഗത്ത് നിന്ന് ചില വാക്യങ്ങൾ വായിച്ചിട്ട് കുരിശുമൊക്കെ വരച്ച് കിടക്കുന്നതല്ലാതെ പഠനത്തിനായി പഠിക്കുന്ന രീതി തുലവും വിരളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവവചനത്തിൽ വലിയ നിശ്ചയമില്ല. അവരെ നടത്തുന്ന പുരോഹിതന്മാരും സഭാ അധ്യക്ഷന്മാരും പറയുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ കേട്ട് പോകുന്നു എന്നുള്ള ഒരു രീതി മാത്രമാണ് നാം കണ്ടുവരുന്നത്. അതിന് വ്യത്യാസം വരണം. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, നാം കൃത്യമായി ആചരിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകി തന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുമ്പോൾ പ്രത്യേകം പറയുന്ന ചില പദപ്രയോഗങ്ങൾ ഞാൻ ചുരുക്കം വായും കൊണ്ട് പറയാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം, 13-ാം അധ്യായം 1-ാം വാക്യം, സദൃശവാക്യം 30-6, വെളിപ്പാട് 22-18-19. എൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, അതിൽ നിന്ന് നീ ഒന്നും കുറയ്ക്കരുത്, ഞാൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ഗലാത്യ ലേഖനം 1:8 വിപരീത ഉപദേശം അറിയിക്കുന്നവർ ശപിക്കപ്പെട്ടവൻ എന്ന് വായിക്കുന്നു. നാം ദൈവവചനം പ്രമാണിക്കുന്നില്ലെങ്കിൽ കർത്താവിനെ തള്ളിക്കളയുന്നു എന്ന് കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മത്തായി 5:18-19 കർത്താവ് തന്നെ പറഞ്ഞു, ഈ ചെറിയ വചനത്തിൽ നിന്ന് ഒന്നഴിക്കുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യരുത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി എന്ന് വെച്ചാൽ ക്രമം തെറ്റിക്കാതെ പഠിപ്പിക്കണം എന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 2:17 താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല താൻ എന്നെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരമ്യാ പ്രവചനം 23:28 ദൈവത്തിൻ്റെ വചനം വിശ്വസ്തതയോടെ പ്രസ്താവിക്കണം എന്നും വായിക്കുന്നു. ചിലർ വിചാരിക്കാറുണ്ട്, ഞങ്ങളെ നടത്തുന്ന നടത്തിപ്പുകാർ പറയുന്നതെല്ലാം 100% സത്യമാണ്, അതനുസരിച്ച് ഞാൻ പറയട്ടെ. നടത്തിപ്പുകാരെ അവർ നല്ലവരാണ്, അവർ പറയുന്ന ദൈവിക ഉപദേശങ്ങൾ നാം അംഗീകരിക്കണം. എന്നാൽ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അവരെ അംഗീകരിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് മോശയാണ് ശക്തമായ നേതൃത്വം കൊടുത്തത്. അവർക്കൊരു ദൈവാലയം ഉണ്ടായിരുന്നു. അവർ ആ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചു. ദൈവ തേജസ് കൊണ്ട് ദൈവാലയം നിറഞ്ഞു. അവരുടെ ആദ്യത്തെ മഹാപുരോഹിതനാണ് മോശയുടെ സഹോദരനായ അഹരോൻ വിശേഷ വസ്ത്രം ധരിച്ച് ഏഫോദും ഒക്കെ ധരിച്ച് അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ കയറി ആരാധിക്കുന്ന ശ്രേഷ്ഠയേറിയ പുരോഹിതനാണ് അദ്ദേഹം. ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് മോശയ്ക്ക് കൽപ്പന കൊടുത്തു. 2 കൽപ്പനകളായി 10 പ്രമാണം എഴുതി കൊടുത്തു. ആ കൽപ്പനയുമായി വരുവാൻ മോശ അല്പം താമസിച്ചു. 40 ദിവസം പർവ്വതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജനം ചെന്ന് അഹരോനോട് പറഞ്ഞു, അഹരോനെ, ഞങ്ങളുടെ മുമ്പാകെ നടന്ന മോശയെ കാണുന്നില്ല, അവൻ എന്തോ ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായ അഹരോൻ എന്ത് ചെയ്തു? അവരുടെ സ്ത്രീകളോടും ഒക്കെ കുട്ടികളോടും പറഞ്ഞു, നിങ്ങളുടെ കാതിലെ കുണുക്കുകളെല്ലാം പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ കാതിലെ കുണുക്കുകളെല്ലാം പറിച്ച് അഹരോൻ്റെ കയ്യിൽ കൊടുത്തു. അഹരോൻ ഉളി കൊണ്ട് അത് തീയിലിട്ട് ഉരുക്കി അതിനൊരു രൂപഭേദം വരുത്തി മിസ്രൈമിൽ ആരാധിച്ചിരുന്ന ഓസിറസ് എന്ന് പറയുന്ന ദേവന്റെ പ്രതിമയാണ്, കാളയുടെ മുഖമുള്ള ഒരു ദേവൻ. ആ ദേവന്റെ പ്രതിമ അഹരോൻ ഉണ്ടാക്കി ജനത്തിന് കൊടുത്തപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഇസ്രായേലേ, നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണെന്ന് പറഞ്ഞു. അഹരോൻ അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം ഉണ്ടാക്കി ജനത്തെ അഴിച്ചുവിട്ടു. മോശ ചോദിച്ചു, അഹരോനെ, ഈ ജനത്തെ അഴിച്ചുവിടുവാൻ
കൊല്ലുവാൻ നീ എന്തു ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, അവിടെ കാണപ്പെട്ട ദൈവമാണ് അഹരോൻ. ഇസ്രായേലിന്റെ മഹാപുരോഹിതനാ അദ്ദേഹം. 25 ലക്ഷം പരം ജനത്തെ തൻ്റെ ഉപദേശത്താൽ തെറ്റിച്ചു. അതിനാൽ 3000 പേര് കൊല്ലപ്പെടുവാനിടയായി തീർന്നു. എന്തിന്? പുതിയ നിയമകാലത്ത് വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചു. യേശു വരുന്നതിന് മുൻപ് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും അവൻ യഹൂദയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്നും ആദിയായ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ഇടയിലുള്ള പരീശന്മാരും ന്യായശാസ്ത്രിമാരും വാക്യങ്ങൾ നാരിഴ കീറി വ്യാഖ്യാനിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഭയങ്കര വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. അങ്ങനെ വേദപണ്ഡിതന്മാരുണ്ടായിരുന്ന ഈ അവരുടെ മഹാപുരോഹിതനായ ഹന്നാവും കയ്യാപ്പാവും അവരാണ് യേശുവിനെ കൊല്ലുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ഭൂമി വന്നപ്പോൾ യേശുവിന് വധശിക്ഷ വിധിക്കുവാൻ തക്കവണ്ണം പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുവിനെ കൊന്നുകളഞ്ഞവർ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന്മാരായിരുന്നു. അപ്പോൾ നോക്കിക്കോ, പുരോഹിതന്മാർക്ക് തെറ്റുപറ്റുമോ? തീർച്ചയായും തെറ്റുപറ്റും. അങ്ങനെ തെറ്റുപറ്റിയതിൻ്റെ ഫലമായിട്ടാണല്ലോ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ പോലും ക്രൂശിപ്പാനിടയായിത്തീർന്നത്. അതുകൊണ്ട് അവർ ദൈവവചനം വിട്ടുപറയുന്ന ഒരു കാര്യവും അംഗീകരിക്കുവാൻ പാടില്ല. ദൈവവചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ തിരുത്തുവാനോ ഒന്നും നമുക്ക് അവകാശം തന്നിട്ടില്ല. തന്നെയുമല്ല, അപ്പോസ്തലന്മാരുടെ കാലത്ത് അപ്പോസ്തലന്മാരെ എല്ലാവരെയും വിളിച്ച് വിസ്തരിക്കുകയും പത്രോസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ച് വിസ്തരിക്കുകയും ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞവരെ വിലക്കുകയും എന്തിന് അപ്പോസ്തലനാവുന്ന പൗലോസിനെയൊക്കെ വളരെ പീഡയിലൂടെ കടത്തിവിട്ടതും അന്നത്തെ പുരോഹിത വർഗമായിരുന്നു. ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെയായ അന്നത്തെ മതപണ്ഡിതന്മാരായിരുന്നു ഇതിനെല്ലാം കാരണമായി തീർന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, 23-ന്റെ 1-ാം വാക്യം, അനന്തരം യേശു പുരുഷന്മാരോടും ദൈഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ കനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളി വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. എന്നിട്ട് 23-ന്റെ 13 ഇങ്ങനെ വായിക്കുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുവാൻ സമ്മതിക്കുന്നുമില്ല. താഴോട്ട് വായിക്കുമ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം എന്ന് വായിക്കുന്നു. പിന്നും കർത്താവ് പറഞ്ഞു, കുരുടന്മാരായ വഴികാട്ടികളെ. അപ്പോൾ അന്നത്തെ മഹാപുരോഹിതന്മാരെയും ന്യായശാസ്ത്രിമാരെയും ഒക്കെ കർത്താവ് വിളിച്ചത് കുരുടന്മാരായ വഴികാട്ടികളെ എന്നാണ് വിളിച്ചത്. എന്തിന്? അപ്പോസ്തലനാവുന്ന യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 2-ാം ലേഖനത്തിൽ 8, 9, 10, 11 ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. എന്ന് വെച്ചാൽ ഈ ഉപദേശവുമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായി ഉപദേശിക്കുന്നവനെ അംഗീകരിക്കരുതെന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് ഇതിന് വിരുദ്ധമായി പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മീയ നേതൃത്വം പറയുന്നതെല്ലാം ശരിയാകണം എന്നില്ല. അവരെ അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, അവർ പറയുന്ന കാര്യം തിരുവെഴുത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. അടുത്ത മെസ്സേജിൽ ഞാൻ ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകാം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ നേതൃത്വത്തിലുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അവർ പറഞ്ഞതുപോലെ പോകരുത്. തിരുവചനം ബൈബിൾ പറയുന്ന പ്രകാരം മാത്രമേ നമ്മുടെ സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകാവൂ. തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിന് ശേഷമുള്ള സ്ഥാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്നാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്നാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ച് 9 പാട്ടുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടിയെ അടിച്ചാൽ എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.